മണ്ണാർക്കാട് ബസിൽ നിന്നും നഷ്ടപ്പെട്ട സ്വർണ്ണമാല പോലീസിനെ ഏൽപ്പിച്ച സംഭവത്തിൽ പ്രതീക്ഷിക്കാത്ത ട്വിസ്റ്റാണ് പുറത്തു വന്നിരിക്കുന്നത്. നഴ്സിംഗ് വിദ്യാർത്ഥിനിയായ നന്ദനയും സുഹൃത്തുക്കളും ചേർന്നാണ് നഷ്ടപ്പെട്ട മാല കണ്ടെത്തിയത്. ഉത്തരവാദിത്വ ബോധത്തോടെയാണ് അവർ അത് ഉടമയായ അനുവിന് നേരിട്ട് നൽകുന്നതിന് പകരം പോലീസിനെ ഏൽപ്പിക്കണമെന്ന് തീരുമാനിച്ചത്. എന്നാൽ പോലീസിന് മാല കൈമാറുന്ന സമയത്ത് അവരോടൊപ്പം ഉണ്ടായിരുന്ന സുമിത്രയാണ് അത് ഏറ്റെടുത്ത് നൽകിയതെന്ന് ദൃക്സാക്ഷിയായ മഞ്ജു വ്യക്തമാക്കുന്നു. മഞ്ജു, ഞാന് കോട്ടപ്പാടം കാർഷിക വികസന ബാങ്കിലെ സെക്രട്ടറി ആയിട്ട് അന്ന് മാല നഷ്ടപ്പെട്ട് അത് കളഞ്ഞു കിട്ടുന്ന ദിവസം ആ ബസ്സിൽ നിങ്ങൾ ഉണ്ടായിരുന്നു? ഞാനുണ്ടായിരുന്നു. ബസ്സിന്റെ പേരെന്തായിരുന്നു? റിയാസ്. വേറെ ആരൊക്കെ കൂടെ ഉണ്ടായിരുന്നെ? വേറെ ഈ കുട്ടി, ഇവളാണ് മാല നിലത്തുനിന്ന് എടുത്തിട്ട് ഞാൻ അതിന് ഇറങ്ങി പോകുമ്പോ പല ആൾക്കാരും പാസ് ചെയ്തുകൊണ്ട് പോവാണ്. അതിൽ ഞങ്ങളൊരു 5 പേരാണ് അവിടെ നിന്നിരുന്നത്. ഇവള് അൽമേരി നഴ്സിംഗ് പഠിക്കുമ്പോ ഇവളുടെ കൂടെ ഉണ്ടാകുന്ന 2 കുട്ടികൾ, യൂണിഫോം ഇട്ട ഇവളടക്കം 3 കുട്ടി, ഞാനും പിന്നെ ഇപ്പോ സാമിയിലുള്ള കുട്ടിയും കൂടി അവിടെ ഉണ്ടായിരുന്നത്. അപ്പോ ഞാനിങ്ങനെ നടന്നിങ്ങനെ പോകുമ്പോ തിരിഞ്ഞു നോക്കുമ്പോ ഇവിടെ കയ്യിലെ മാല ഇറങ്ങുമ്പോ ഞാനും കണ്ടിരുന്നു. പക്ഷെ ഞാനത് പാസ് ചെയ്ത് പോവുകയോ ചെയ്തത്. അപ്പൊ ഇവളിങ്ങനെ തിരിഞ്ഞു നിൽക്കുമ്പോൾ കൈ പിടിച്ച് നിൽക്കുന്ന കണ്ടിരുന്നു. അപ്പൊ ഞാനും ആ ഫാമിലിയുള്ള കുട്ടിയൊക്കെ പോയിട്ട് ഞങ്ങളിങ്ങനെ പിടിച്ചു നോക്കി, അതിന്റെ ലോകറ്റൊക്കെ പിടിച്ചിങ്ങനെ നോക്കി, ഇത് താലിയാണോ എന്തോന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് പിടിച്ചു നോക്കിയപ്പോ നമുക്കൊന്നും അതിനെ കുറിച്ചൊരു ഇതില്ല. അപ്പൊ അനുവിന്റെ ആണോ അനുവിന്റെ കഴുത്തിൽ ഇങ്ങനെ കണ്ടിരുന്നു എന്നുള്ളൊരു ഇത് വന്നു. ഞാൻ ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ അറിയായിരുന്നു ഇവളിവിടെ എടുത്തുള്ളത് തന്നെയാണ്. അനു ഇറങ്ങിയതിന് ശേഷം ലാസ്റ്റ് ഞങ്ങള് അവരൊക്കെ ഫസ്റ്റ് ഇറങ്ങി പോയില്ലേ, ഞങ്ങളിങ്ങനെ ലാസ്റ്റ് സ്റ്റെപ്പ് ഇറങ്ങി വരുമ്പോഴാണ് ഈ മാല ഇങ്ങനെ കിടക്കുന്നത് കണ്ടിരുന്നത്. അപ്പൊ അവള് ചേച്ചിക്ക് കൊണ്ടുപോയി കൊടുക്കാന്ന് പറഞ്ഞിട്ട് അവള് പോവാൻ നിൽക്കായിരുന്നു. പെട്ടെന്ന് അനു അങ്ങനെ അവളുടെ പാർലർക്ക് പോയത് ഇങ്ങനെ ഒരു ഫേമസ് ബേക്കറിയുടെ അതിനെ ഇപ്പൊ തോന്നുന്നു അല്ലേ, അവിടെ എത്തിയപ്പോ നമ്മൾ പിന്നെ അങ്ങനെ കണ്ടില്ല. അതുവരെ അവള് പാസ് ചെയ്ത് പോകുന്നത് കണ്ടത്. അപ്പൊ പിന്നെ ഞങ്ങൾ പറഞ്ഞു പോലീസിനെ ഏൽപ്പിക്കാന്ന് പറഞ്ഞിട്ട് ഞാനും സാമിയുള്ള ആ കുട്ടിയും ഇവര് 3 കുട്ടികളും കൂടി ഞങ്ങൾ 5 പേരും കൂടി മുമ്പ് ഇവളെ കയ്യിലായിരുന്നു മാല. അപ്പൊ CCTV ആണെങ്കിൽ നമുക്ക് കാണാം ഇവളെ കയ്യിൽ തന്നെയായിരുന്നു മാല ഉണ്ടായിരുന്നത്. ഞങ്ങൾ കുറച്ച് മുന്നിലും ഇവര് ഈ 3 കുട്ടികളും കുറച്ച് ബാക്കിലായിട്ടാണ് നടന്നു തന്നെയാണ്. ഞാനും അവളെ കൂടി സംസാരിച്ചുകൊണ്ട് ഇങ്ങനെ വരികയായിരുന്നു ഇതിനെ കുറിച്ചിട്ടൊക്കെ പോലീസിന് കൊടുക്കാന്ന്. അപ്പൊ കോട്ടപ്പടി എന്തായാലും സെന്ററിൽ അവിടെ പോലീസ് ഉണ്ടല്ലോ, അപ്പൊ ഇവളെന്നെ അങ്ങനെ പിടിച്ചിങ്ങനെ അതുവരെ വന്നത് ഇവളാണ്. അപ്പൊ അതിന്റെ അവിടെ ഒരു പിന്നെ മെഡിക്കൽ സ്റ്റോറിന്റെ അടുത്ത് എത്തിയപ്പോഴതോ അതിന്റെ അടുത്ത് എത്തിയപ്പോഴാണ് നമ്മളെ കയ്യിൽ നിന്ന് അത് വാങ്ങിയ കുട്ടി കൊടുത്ത്. പിന്നെ അവളുടെ സുമിത്ര എന്ന് പേരും ഇങ്ങനെ. അപ്പൊ എവിടെയെന്ന് ചോദിച്ചപ്പോ ഞാനിങ്ങനെ സാമൂഹിക വർക്ക് ചെയ്യാണെന്നും പറഞ്ഞു. പിന്നീട് മാധ്യമങ്ങളോട് സ്വർണം താനാണ് കണ്ടെത്തി ഉടമസ്ഥന് തിരിച്ചു നൽകിയതെന്ന് തുറന്നു പറഞ്ഞത് സുമിത്രയായിരുന്നു. എന്നാൽ യഥാർത്ഥത്തിൽ മാല കണ്ടെത്തിയതും പോലീസിനെ ഏൽപ്പിക്കാൻ ധൈര്യമായി മുന്നോട്ട് വന്നതും നന്ദനയായിരുന്നു. ഞങ്ങൾ ബസ്സിന് ഇറങ്ങിയപ്പോ കുറെ ആൾക്കാരുണ്ടായിരുന്നു. അതിലെല്ലാരും പോയി. അപ്പൊ ഞങ്ങള് 5 ആളായിരുന്നു. പിന്നെ കുറച്ച് നേരം ഞങ്ങൾ അവിടെ നിന്നപ്പോ ഇവരാരും എടുക്കുന്നില്ല. അപ്പൊ ഞാൻ എടുത്തിട്ട് കൈ ഞങ്ങൾ അതുവരെ കൊണ്ടുപോയപ്പോ ഈ ചേച്ചി ഒരു മെഡിക്കൽ ഷോപ്പിന്റെ അവിടെ എത്തിയപ്പോ ഈ ചേച്ചിനൊക്കെ കയ്യിൽ നിന്ന് പഠിച്ചിട്ട് വേഗം. അത്രയും വലിയൊരു മാല കയ്യിൽ കിട്ടിയപ്പോൾ പോലും യഥാർത്ഥ ഉടമയ്ക്ക് നൽകണമെന്ന ഉത്തരവാദിത്വം കണ്ടത് ആ കുട്ടിയിലാണ്. പക്ഷെ സുമിത്ര എന്തുകൊണ്ട് അതിനെക്കുറിച്ച് തുറന്നു പറഞ്ഞില്ല എന്നാണ് ദൃക്സാക്ഷിയായ മഞ്ജുവിന്റെ ചോദ്യം. യഥാർത്ഥത്തിൽ നന്ദന കയ്യിലായിരുന്നു മാല ലഭിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പൊ അവളാണ് എല്ലാവരോടും ഇത് ആരുടെയാണ് ചോദിച്ചു നടന്നിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഞങ്ങൾ എല്ലാവരും കൂടി പോകുമ്പോ പിന്നെ പോലീസിനെ കണ്ട മാത്രയിലാണ് അവര് വാങ്ങിയിട്ട് അതിന്റെ കുറച്ച് മുന്നേ വാങ്ങി കൊടുത്തിട്ടുണ്ടായിരുന്നത്, മാല പോലീസിന് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോ ഈ ചെറുപ്രായത്തിൽ നന്ദന ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്തപ്പോ അതുകൂടി ഒരു സൂചിപ്പിക്കായിരുന്നു എന്നുള്ളത് തോന്നി വാർത്തകളിലൊക്കെ. അത് സൂചിപ്പിക്കാത്തതിലൊരു വിഷമം തോന്നി. പുതുതലമുറയുടെ ധൈര്യവും ഉത്തരവാദിത്വവും അടയാളപ്പെടുത്തേണ്ട സംഭവത്തിൽ യഥാർത്ഥ നായികയെ മറച്ച് മറ്റൊരാളെയാണ് പ്രശംസിച്ചത്. സമൂഹം ആദരിക്കേണ്ടത് കാണിക്കപ്പെടുന്നവരെയല്ല, മറിച്ച് സത്യമായും നല്ലത് ചെയ്യുന്നവരെയാണെന്ന സന്ദേശം തന്നെയാണ് ഈ സംഭവം ഉയർത്തിക്കാണിക്കുന്നത്.